നമുക്കുണ്ടല്ലോ ഈ 4 മണിക്കൊക്കെ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്ക് നമുക്കുണ്ടാക്കാവേ. അതിനുവേണ്ടി നമ്മൾ ചെറുപയർ, വൻപയർ, കടല, മുതിര ഉണ്ടെങ്കിൽ മുതിര ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ വേവിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാവേ. ഇതുണ്ട്, ഞാൻ ഇതെല്ലാം കൂടെ കുറച്ച് ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വേകാൻ വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചേക്കാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വെന്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വേകുന്നതിന് മുമ്പ് നമുക്കിത് അടച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കൊരു 2 വിസിൽ കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നമുക്കത് തിളച്ച് വെന്ത് വരുന്നിടം വരെ നമുക്ക് പച്ചക്കായില്ലേ, പച്ചക്കായോ ചെറുകായോ റോബസ്റ്റക്കായോ ഏതെങ്കിലും നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ പരിപ്പും അതൊക്കെ വേകൂല്ലേ, കടലയും പരിപ്പും അതെല്ലാം കൂടെ നമ്മൾ ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ കായ അരിഞ്ഞതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ കിടന്നിട്ട് വിസിലില്ലാതെ തന്നെ, ഇപ്പോൾ നമ്മൾ വിസിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വിസിലില്ലാതെ ഇത് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്കിത് നല്ലപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ കായകളെല്ലാം നമ്മൾ അരിഞ്ഞിട്ട് ഇച്ചിരി വെള്ളത്തിൽ നമ്മൾ മുക്കിയിടണം. എല്ലാം കറുത്ത് പോകുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. അത് വേകുന്നിടം വരെ നമുക്ക് വെള്ളത്തിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് നമ്മൾ ചെറുപയറൊക്കെ വേകാൻ വെച്ചിട്ടില്ലേ, അതിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ മഴക്കാലത്തൊക്കെ നല്ലതാണ് ഇത് കഴിക്കാൻ, ശരീരത്തിനും നല്ലതാണ്, ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ്. ബാക്കി നമുക്ക് കാണാം. നമ്മൾ വേകാൻ വെച്ചതൊക്കെ വെന്തോ നമുക്ക് നോക്കാവേ. അപ്പോൾ 4 വിസിലടിച്ചായിരുന്നു കേട്ടോ, 2 വിസിൽ വെന്തില്ലേ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കിടപ്പുണ്ട്. വെള്ളം വേണം കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ടി വരികയല്ലോ. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കാകളെല്ലാം ഇല്ലേ, പച്ചക്കായും ചെറിയ കായും ഒക്കെ, അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നമ്മൾ വിസിലില്ലാതെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ കത്തിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാവേ. ഇതൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ വരുമ്പോഴല്ലെന്നേ, നമുക്കും കഴിക്കാം ഇതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ല, വലിയ ആൾക്കാർക്കും മഴക്കാലത്തൊക്കെ നല്ല, നമ്മുടെ ശരീരത്തിന് ഇത് ആഴ്ച ഒരു ദിവസമോ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇത് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ലതായി പുഴുക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി നമുക്ക് ബാക്കി കാണാം. ഇത് ഇവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ ഇതിനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അരച്ച് ചേർക്കാൻ വേണ്ടി ഒതുക്കിയാൽ മതി കേട്ടോ. ഒതുക്കി ചേർക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ നല്ലപോലെ എടുത്തോ, നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ വേണം. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഇടുന്നത് നല്ല രുചിയാണ്. ചെറിയ ജീരകം, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇനി നമ്മളിത് ഒതുക്കി കൊണ്ടുവരാം. തേങ്ങയും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളിതിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കടുക് പൊട്ടിക്കൊന്നും വേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, പച്ച വെളിച്ചെണ്ണ. നമുക്കിത് അപ്പം നമ്മൾ ഈ ഒതുക്കിയെടുക്കുന്നതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. പച്ചമുളക്, നല്ലൊരു പച്ചമുളക്, കാന്താരിമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതും കരിവേപ്പില, സൂപ്പർ, നല്ല പോലെ കരിവേപ്പില ഇട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടും. നമുക്ക് അടിച്ചു കൊണ്ടുവരാം. ക്രഷ് ചെയ്താൽ മതി കേട്ടോ, അഥവാ ഒതുക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കായും അതെല്ലാം വെന്തിരിക്കുക. നമുക്ക് അതിനകത്തോട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ, ഒതുക്കിക്കൊണ്ട് വന്ന അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും ഇത് മുഴുവനോടെ കാണണേ, കുറച്ച് ഭാഗം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് ആദ്യം തൊട്ട് കാണണേ. എല്ലാവരും കിടന്നുറങ്ങാതെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് 4 മണിക്കത്തേക്കിന് വേഗം ഇത് ഉണ്ടാക്കിക്കേ. എന്നാൽ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഉണ്ടോ, വീട്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. നമുക്കൊന്ന് ചൂടായി തിളച്ചാൽ മതി, ചെറുതായിട്ട് ചൂടായി വന്നാലും മതി. അപ്പം നമുക്ക് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് എനിക്കതും കൂട്ടി കഴിക്കാൻ വേണ്ടി, ചായയും കൂട്ടി കഴിക്കാൻ വേണ്ടിയുള്ള ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഞാൻ ഏലക്കാപ്പൊടിയും പട്ട ഒക്കെ ഇട്ടിട്ടാണ് ചായ എടുത്തുന്നത്, പാൽ ചായയാണ്. അപ്പോൾ ഇത് കുടിക്കാൻ വേണ്ടിയാണ് വേഗം ഞാൻ വെച്ചതാണ്. അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേഗം റെഡിയാവും നമ്മുടെ പുഴുക്ക്. അപ്പോൾ ചായ ഇപ്പുറത്തോട്ട് വെച്ചാൽ മതി. കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം റെഡിയാവില്ലേ.
ചായ ഇപ്പോൾ തിളയ്ക്കും. തിളച്ച് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പുഴുക്കും റെഡിയായി. നമുക്ക് വേഗം കഴിക്കാം. എല്ലാവരും വേഗം എഴുന്നേറ്റ് ഉച്ചയ്ക്ക് 4 മണിക്ക് ഉച്ചയുറക്കമൊക്കെ കിടന്ന് ഉറങ്ങുന്നവരൊക്കെ എഴുന്നേറ്റിട്ട് വേഗം നമ്മുടെ ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കി മക്കൾക്കും എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കണേ. നോക്കിക്കേ, നല്ല കിടുക്കാച്ചി നമ്മുടെ പുഴുക്കാണ്. എല്ലാവർക്കും വായിന്ന് വെള്ളം വരുന്നുണ്ടോ? എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് ഇത് കണ്ടിട്ടേ. അതുപോലെ നല്ല സൂപ്പറാണ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. വെളിച്ചെണ്ണയും കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ലേശം നേരം മൂടി വെക്കാം വെറുതെ. അപ്പം ഞാൻ വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ, ഞാൻ കരിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കും. നമുക്കിവിടെ കരിവേപ്പില ഉണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം ഇത് നമുക്ക് തീ ഓഫാക്കാം. നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഓടി വാ, നമുക്ക് നല്ലൊരു ചായയും നല്ലൊരു പുഴുക്കും കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കിടന്നുറങ്ങാതെ, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് 4 മണിക്കൊന്നും കിടന്നുറങ്ങാതെ നല്ലൊരു പുഴുക്കൊക്കെ ഉണ്ടാക്കി ഈ മഴക്കാലത്തൊക്കെ പിള്ളേർക്കും എല്ലാവരും കഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.